കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ ഇവിടെയുള്ള മനുഷ്യരുടെ ജീവൻ അതൊരു ഭീഷണി തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്രിമിനലുകളായ ഒരു പറ്റം വിദ്യാർത്ഥികളും. മനുഷ്യനാകണം, പക്ഷേ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവമുള്ള മനുഷ്യരാകാതെ ആകണമത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മൃഗീയമായി ഒരു സഹപാഠിയെ ഇതുപോലെ ഇത്രയും ക്രൂരമായി നിങ്ങൾ റാഗിംഗ് ചെയ്യില്ലായിരുന്നു. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയത്തിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി നിജിത്ത്. എന്താണ് റാഗിംഗ് എന്നത് നാം അറിഞ്ഞിരിക്കണം. അതിനുശേഷം വേണം അത് പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാൻ. ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ശാരീരികമായോ മാനസികമായോ ആക്രമിക്കുന്നതാണ് റാഗിംഗ്. ഒരാളെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ശല്യപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്നതും റാഗിങ്ങിന്റെ മറ്റൊരു രൂപമാണ്. 1998 റാഗിംഗ് വിരുദ്ധ നിയമമനുസരിച്ച് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും അക്രമികൾക്ക് ലഭിക്കും. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതുവരെ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഇവരെ പുറത്താക്കും. കോടതിയിൽ സത്യം തെളിഞ്ഞാൽ അടുത്ത 3 വർഷം വരെ മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കുവാനോ തുടർ പരീക്ഷകൾ എഴുതുവാനോ ഇവർക്ക് കഴിയുകയുമില്ല. റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥിക്ക് നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ പരാതി നൽകാം. അവർ പഠിക്കുന്ന സ്ഥാപന അധികാരികൾക്കാണ് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ പരാതി നൽകേണ്ടത്. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ തുടർ നടപടി കൈക്കൊള്ളേണ്ടത് ആ സ്ഥാപനത്തിന്റെ മേലധികാരികളാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ പരാതി കൈമാറണം. തുടർന്ന് പീഡനം നടന്നിട്ടുണ്ടെന്ന് ബോധ്യമാവുകയാണെങ്കിൽ ആരോപണ വിധേയരായ ആ വിദ്യാർത്ഥികളെ ആ സ്ഥാപനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആ സ്ഥാപനത്തിലെ മേലധികാരിക്കുണ്ടാകും. അകാരണമായി നടപടിയെടുക്കാൻ സ്ഥാപനം വീഴ്ച വരുത്തുകയാണെങ്കിൽ സ്ഥാപന മേധാവിക്കെതിരെ റാഗിങ്ങിനുള്ള പ്രേരണാകുറ്റം ചുമത്തി നിയമ നടപടി കൈക്കൊള്ളുവാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതിന് 2 വർഷം തടവും 10,000 രൂപ വരെ പിഴയും ലഭിച്ചേക്കാം. ലഹരി ബോധവൽക്കരണം പോലെ റാഗിംഗ് ബോധവൽക്കരണവും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് അനിവാര്യമാണ്. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും PTA-യും ഒറ്റക്കെട്ടായി വേണം ഇതിനെതിരെ ശബ്ദമുയർത്തി പ്രതികരിക്കുവാൻ. കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും സൗഹൃദാന്തരീക്ഷങ്ങൾ സന്തോഷകരമായിരിക്കണം. അനാചാരങ്ങൾ പോലെയുള്ള ഈ ആചാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അവിടെ കരിനിഴൽ വീഴ്ത്തി രക്തം ചിന്തിക്കാൻ ആരെയും ഇനി അനുവദിക്കാനും പാടില്ല. സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം.